ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സദൃശ്യവാക്യങ്ങൾ 4:6 കുറച്ച് കാര്യങ്ങൾ വചനത്തെ പറ്റി അടിയൻ്റെ ഹൃദയത്തിൽ തോന്നിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യം 4:6 അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിനെ ഉപേക്ഷിക്കരുത്. എന്തിനെയാണ് അതിൻ്റെ മുകളിലത്തെ വാക്യം കൂടെ വായിച്ചാൽ, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. അതിനെ ഉപേക്ഷിക്കല്ല, അതായത് ദൈവത്തിൻ്റെ വചനത്തെ ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. അത് നിന്നെ എന്ത് ചെയ്യും? കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒരു മനുഷ്യനെ കാക്കുന്നതും സൂക്ഷിക്കുന്നതും ഈ ലോകത്തിൽ വേറെ ഒരു കാര്യങ്ങളും അല്ല. അതായത് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസിൽ ചെന്ന് ചേർന്നാലും അവരുടേതായ പോളിസികളും അല്ലേ, അതൊന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല. നമുക്ക് മരിച്ചതിന് ശേഷം ആ കുടുംബത്തിലുള്ളവർക്ക് ഇൻഷുറൻസും അങ്ങനെ പല നമ്മൾ ഭയങ്കര സുരക്ഷിത പരിപാടികളിലൊക്കെ നമ്മൾ ഏർപ്പെടാറുണ്ട് അല്ലേ, പല രീതിയിൽ. അല്ലെങ്കിൽ അങ്ങനെയുള്ള പോളിസികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട് അല്ലേ. പക്ഷെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നിന്നെ സൂക്ഷിക്കുവാനും നിന്നെ കാക്കുവാനും ശക്തമാണ് ഈ ദൈവീക വചനങ്ങൾ. സ്തോത്രം. ഇവിടെ പറയാണ്, എൻ്റെ വചനങ്ങളെ നീ വിട്ടുമാറരുത്, അതിനെ ഉപേക്ഷിക്കുകയും അരുത്. അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. അതായത് എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ തലമുറ, എൻ്റെ സമപ്രായക്കാരോടല്ല, എന്നെക്കാൾ ഇളയ കുഞ്ഞുങ്ങളോടായിക്കോട്ടെ, നമ്മൾ ദൈവവചനത്തെ ഹല്ലേലൂയ, സ്തോത്രം അല്ലേ, 119 സങ്കീർത്തനത്തിലുണ്ട്, നമ്മൾ കൊള്ള കണ്ട് കിട്ടുന്നത് പോലെ ദൈവവചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. അതായത് ഡെയിലി നമ്മൾ ഇത്ര വാക്യങ്ങൾ പുതുതായി പഠിക്കണം, റിവിഷൻ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ 10 സബ്ജക്റ്റ് പഠിക്കാൻ ഉണ്ടായിരിക്കും, 9 ഉണ്ടായിരിക്കും അല്ലേ, പല രീതിയിലൊക്കെ നമ്മുടെ ഭാവിക്ക് വേണ്ടി അതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഹല്ലേലൂയ. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് അല്ലേ. യഹോവാഭക്തിയാണ് എല്ലാത്തിൻ്റെ ആരംഭം. യഹോവാഭക്തി എന്ന് വെച്ചാൽ ഭക്തിയോടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവവചനങ്ങളാണ്, ആ ദൈവവചനങ്ങളിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. സ്തോത്രം. അപ്പം ഇതിൽ വിശ്വസിക്കുകയും അത് നമ്മൾ എന്ത് ചെയ്യണം? രാപ്പകൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. അതിനെ നമ്മൾ ഏത് അവസ്ഥയിലും നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഉപേക്ഷിക്കരുത്. സ്തോത്രം. അപ്പോൾ അതിനെ ദൈവവചനത്തെ ഉപേക്ഷിക്കാതിരുന്നാൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കാണാം. അത് സങ്കീർത്തനങ്ങളായാലും സദൃശ്യവാക്യങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും അനേകടത്ത് ദൈവവചനത്തെക്കുറിച്ച് പറയുന്നു. നമുക്ക് ആദ്യം അതൊന്ന് ചിന്തിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഓക്കെ. ദൈവവചനം, അതായത് 119 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ വചനം നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ബോധവും വരും, പാപം ചെയ്യാനുള്ളൊരു മനസ്സും മാറും. സ്തോത്രം. നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഒരു മാർഗമാണ് ദൈവവചനം പഠിക്കുക. അത് നിൻ്റെ ഹൃദയത്തിൻ്റെ മാംസപലകയിൽ ദൈവവചനം എഴുതണം അല്ലേ. നമ്മളെല്ലാവരും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇപ്പോൾ എന്നെ തന്നെ ആണെങ്കിലും നമ്മൾ ഒരു ദിവസം പ്രേയറിന് കടന്നു പോകുമ്പോൾ ഈ ബൈബിള് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്തിട്ട് പോകുന്നു, അതുപോലെ കൊണ്ട് വെക്കരുത്. സ്തോത്രം. അതിലെ വചനങ്ങളെ ദിവസം പ്രതി പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കും അല്ലേ. നമ്മുടെ മറ്റുള്ള സിലബസ് പഠിക്കുന്നത് പോലെ അതിനോടൊപ്പം തന്നെ അല്ലെ, അതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം പഠിക്കാനും ഡെയിലി സമയങ്ങൾ കണ്ടെത്തണം. ദൈവവചനം ജീവിക്കുന്നതാണ്, ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. അത് നമ്മുടെ മാംസപലകയിൽ എഴുതുമ്പോൾ എന്താ പറയുക? നമ്മൾ പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിപ്പാനിടയാകും. ദൈവവചനം നമ്മളോട് എന്ത് ചെയ്യും? സംസാരിക്കും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നിൻ്റെ വചനം
എന്നെ ജീവിപ്പിക്കുന്നത്, അതെനിക്ക് കഷ്ടതയിൽ എനിക്ക് ആശ്വാസമായി. 119 തന്നെ. അതായത് നിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം നമ്മളെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ഇപ്പം നമ്മളൊരു മരിച്ചവരായി, നമ്മുടെ മനസ്സ് മടുത്തവരായിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഉരുവിടുകയാണെങ്കിൽ, അതായത് 91 സങ്കീർത്തനം എത്രയോ കഥകളല്ല, റിയൽ സംഭവങ്ങൾ, നമ്മൾ അത്രയ്ക്ക് ശക്തിയുണ്ട് ദൈവവചനത്തിൽ. അത് വായിക്കുന്ന വ്യക്തികൾക്ക് വിടുതലുകൾ സംഭവിക്കും. ഭാവിയിൽ എല്ലാ തിന്മകളും മാറിപ്പോകും. സ്വോത്ര ദൈവവചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉരുവിട്ടോണ്ടേയിരിക്കണം. അത് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചത് എനിക്ക് കഷ്ടതയിൽ ആശ്വാസമായെന്ന് പറയുമ്പോൾ ദൈവവചനത്തിന് എന്ത് ശക്തിയുണ്ട്! ഒരു മരിച്ച അവസ്ഥയിൽ നമ്മളെ ജീവിപ്പിപ്പാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ ഞാൻ പ്രാപ്തനാകും. സ്തോത്രം. അല്ല, വചനം പഠിച്ചു വരുമ്പോൾ നിൻ്റെ അടുത്തേക്ക് ഒരു ശത്രു ആരെങ്കിലും വഴക്കിന് വരുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിമിത്തം നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഇരമ്യാവിൽ പറയാണ്, നിൻ്റെ വചനം തീ പോലെ, അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. സ്തോത്രം. നമുക്കൊന്നും വേണ്ട. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. മത്തായി 4-ാം അധ്യായത്തിൽ ദൈവം ഉപവാസം ഇരുന്ന സമയം, നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ചിന്തിക്കാം. അപ്പോഴും കർത്താവ് ശത്രുവിനോട് മറുപടി പറഞ്ഞത് ദൈവവചനം വഴിയാണ്. സ്തോത്രം. അല്ലേ, പിശാചിനും വചനങ്ങൾ അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയിൽ 4-ാം അധ്യായത്തിൽ അനന്തരം പിശാചിനെ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ ആത്മാവ് മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടത്തിവിട്ടല്ലേ. അവൻ 40 രാവും പകലും അവൻ ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ വന്ന് അവനോട് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അപ്പോൾ അവിടെ എന്താണ്? പരീക്ഷണമാണ്. അപ്പോൾ ദൈവം തിരിച്ച് മറുപടി പറഞ്ഞ എങ്ങനെയാണ്? വചനം കൊണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. സ്തോത്രം. അപ്പം ദൈവവചനം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ വായിച്ചു വിടാനല്ല, നമ്മളത് എന്ത് ചെയ്യണം? ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ താഴോട്ടൊക്കെ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പിശാച് അടുത്ത് ദൈവത്തോട് വന്ന് പറയുമ്പോൾ ദൈവം തിരിച്ച് മറുപടി കൊടുക്കുന്ന ദൈവവചനത്തിലൂടെയാണ്. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവവചനം പഠിക്കുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുഞ്ഞു കുട്ടികളെ തന്നെ സൺഡേ സ്കൂളുകളിൽ ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത് അല്ലേ. അവരെ കുഞ്ഞു വാക്യങ്ങൾ തൊട്ട് പഠിപ്പിച്ച് തുടങ്ങുകയാണ്. അവർക്കൊരു ബേസിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ വേർഡ്സുകൾ പഠിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായി തീരണം. അല്ലാതെ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുകയും അതിന് നല്ല കവർ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ വില കൂടിയ ബൈബിൾ മേടിച്ചുകൊണ്ടോ ഒന്നുമല്ല കാര്യം. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അല്ല, അത് ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കയറും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മറ്റുള്ള സിലബസുകളും മറ്റുള്ള സബ്ജക്റ്റുകളും പഠിക്കുന്നതിനേക്കാൾ ഉപരി, ഹല്ലേലൂയ, അതിന് നിങ്ങൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനേക്കാൾ എത്രയോ ഉപരി ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുവാൻ കൊടുക്കുമ്പോൾ, ജ്ഞാനമില്ലാത്തവരുടെ ഹൃദയത്തിൽ ദൈവവചനം കടക്കുമ്പോൾ ചില ജ്ഞാനത്തിൻ്റെ വാതിലുകൾ തുറക്കുക. ചില കുഞ്ഞുങ്ങൾക്ക് പഠിച്ചാൽ എന്തും മറവി വരും. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ ഈ നാളുകളിൽ ദൈവവചനം പഠിച്ചതിന് ശേഷം നിന്റെ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ദൈവജ്ഞാനം നിനക്ക് തരും. ഹല്ലേലൂയ. വചനം പറയാണ്, ദൈവത്തെക്കുറിച്ച് യഹോവാഭക്തി എല്ലാത്തിനും ആരംഭമാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക, ദൈവവചനങ്ങളെ അനുസരിക്കുക. സ്തോത്രം. ഒരു മനുഷ്യ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ ഈ ആത്മാവിനെ ബലപ്പെടുത്തുന്നത് നമ്മുടെ വചനങ്ങൾ കൊണ്ട്. ക്രിസ്തുയേശുവിൻ്റെ വചനം ദൈവമായിരുന്നു അല്ലേ. അതിലവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ ഈ വചനം ധ്യാനിക്കുന്നത് ദൈവത്തിനെ ബഹുമാനിക്കുകയും അവൻ പറയുന്ന അവൻ്റെ ആ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇവിടെ ദൈവവചനം എന്താ പറയുന്നത്? അത് നിന്നെ കാക്കും. അവയെ എന്ത് ചെയ്യുക? അതിൽ പ്രിയം വെക്കുക അല്ലേ. നമ്മൾ പല കാര്യങ്ങളിലും പ്രിയം വെക്കുന്നവരായിരിക്കാം. പക്ഷെ ദൈവവചനം പഠിക്കുവാനും പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ദൈവത്തെക്കുറിച്ച് സംസാരിപ്പാനും ബൈബിളിനെക്കുറിച്ച് സംസാരിപ്പാനും സമയങ്ങളിൽ കണ്ടെത്തുമ്പോൾ അതിൽ പ്രിയം വെക്കുക എന്ന് പറയുമ്പോൾ അതിലെന്താണ്? കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അല്ലേ. നമുക്ക് പ്രിയമുള്ളവരോട് നമ്മൾ കുറേ നേരം സംസാരിക്കും. നമ്മൾ എത്ര മടുത്താലും നമുക്കൊരു മടുപ്പ് തോന്നാത്ത വിധത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ ഈ വചനങ്ങളിൽ എന്ത് ചെയ്യണം? പ്രിയം
വെക്കണം, അത് നിന്നെ സൂക്ഷിക്കും. അല്ല, ഈ ലോകമോഹങ്ങളിൽ വീഴാതെ വണ്ണം, മദ്യത്തിനും മയക്കുമരുന്നിനും വീഴാതെ വണ്ണം, അല്ല കൂട്ടുകാർ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ അത് എന്നോട് സംസാരിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഇതൊക്കെയാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. നമ്മുടെ കാല് കുടുക്കിൽ പെടാതെ വണ്ണം ദൈവവചനം ധ്യാനിക്കുന്ന ഒരു മകളെ അല്ല ഒരു മകനെ ദൈവം സൂക്ഷിപ്പാൻ ശക്തനാണ്. അതാണ് ദൈവവചനം പറയുന്നത്. നീ അതിനെ സൂക്ഷിക്കുക, അതിനെ എന്ത് ചെയ്യുക, നീ അതിലെ നഷ്ടപ്പെട്ട് കളയാതെ വണ്ണം ദൈവവചനത്തെ ധ്യാനിക്കുക. അപ്പം അതെന്ത് ചെയ്യും, നമ്മളെ പല രീതിയിൽ നിന്നും പല കുടുക്കുകളിൽ നിന്നും നമ്മളെ രക്ഷിപ്പാൻ ദൈവവചനം നമ്മളെ സംരക്ഷിക്കുമാറാകും. അമ്മേ സ്തോത്രം സ്തോത്രം. ദൈവവചനത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഈ നാളുകളിൽ ബൈബിൾ പഠിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം, ബൈബിൾ വായിച്ചു തുടങ്ങണം, പഠിച്ചു തുടങ്ങണം. ആമേൻ സ്തോത്രം. അതിനെ സൂക്ഷിക്കുക, അത് നിന്നെ സൂക്ഷിക്കുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തുക. ഹല്ലേലൂയ സ്തോത്രം. നിസ്സാരമായി കാണല്ല. ആമേൻ സ്തോത്രം. നീ എത്ര പഠിപ്പുള്ള വ്യക്തിയാണെങ്കിലും, നീ എത്രമാത്രം കെമിസ്ട്രിയോ ഫിസിക്സോ എന്തും പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവം ഇല്ലെങ്കിൽ ഇതെല്ലാം നിഷ്ഫലമാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ നാളുകളിൽ എഴുതി അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ ദൈവവചനങ്ങൾ പഠിക്കണം. ആമേൻ സ്തോത്രം. അല്ല, കഴിവതും ദൈവവചനങ്ങളെ എന്ത് ചെയ്യണം, ധ്യാനിക്കുന്ന മക്കളായി തീരണം. അപ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യും, സകല അനർത്ഥത്തിൽ നിന്നും ദുഷ്ടങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും നമ്മളെ എന്ത് ചെയ്യും, കഷ്ടതയെ നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവിക വചനമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ച വാക്യത്തിൽ നിന്ന് അതിനെ സൂക്ഷിക്കും. എവിടെ നിന്നാണ് സൂക്ഷിക്കുന്ന, ദുഷ്ടൻ്റെ കരങ്ങളിൽ നിന്ന് വിടുവിക്കും. പാപത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുമാറാക്കും. അതുകൊണ്ട് ഈ നാളുകളിൽ എന്ത് ചെയ്യുക, അതിനെ ഉപേക്ഷിക്കല്ല. ദൈവവചനത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപേക്ഷിക്കല്ല, നിസ്സാരമായി കാണാനായിട്ട് പാടുള്ളതല്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവവചനത്തെ ഉള്ളിൽ സംഗ്രഹിക്കുന്ന മക്കളായി നമുക്ക് ഇന്ന് തൊട്ട് മാറുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാട്ടെ. അതിനൊരു ഉന്മേഷം വരണം. ഇന്നത്തെ തലമുറകൾ ബൈബിളുകൾ വായിക്കണം, ഹൃദയം നിറഞ്ഞ് അതിൽ നിന്ന് ധ്യാനിക്കണം. ആമേൻ സ്തോത്രം. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധി. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനങ്ങളാ ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും പുത്തനൊരു എപ്പിസോഡുമായിട്ട് കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.